കൂട്ടുകാരി സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രമോ. അങ്ങനെ നമ്മുടെ മിഥുൻ കളത്തിൽ ഇറങ്ങുകയാണ് നമ്മുടെ ആര്യനെയും ഇത്രയും തകർക്കാൻ വേണ്ടി. നമ്മുടെ അലോകിനെ കൂട്ടിപ്പിടിച്ച് നമ്മുടെ മിഥുൻ ഇറങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മിഥുൻ വന്നിട്ട് നമ്മുടെ ആര്യനും ഇത്രയും താമസിക്കുന്ന സ്ഥലവും ചുറ്റുപാടൊക്കെ നോക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഇവര് നമ്മുടെ മിഥുനും കൂട്ടുകാരൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇത്രയും ആര്യനും പുറത്തൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ ഇവര് കാണുന്നത്. അപ്പൊ ഇവരെന്തൊക്കെയോ കട്ട പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട് ഇവരെ തകർക്കാൻ വേണ്ടി. അപ്പുറത്താണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ബാലൻ ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ തയ്യാറെടുക്കുകയല്ല, തീരുമാനിക്കുകയാണ്. ആർക്ക് വേണ്ടി? ആനന്ദിന് വേണ്ടി താൻ അമ്പലത്തിൽ പോകാമെന്ന് നമ്മുടെ ഗോമതിക്ക് വേണ്ടി ഉറപ്പ് നൽകുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പുതിയ 2 അവതാരങ്ങൾ നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിലേക്ക് വരുന്നൊരു നിമിഷങ്ങൾ തന്നെ. ഒരു എന്താ പറയാ, ഒരു ഭാര്യയും ഭർത്താവും. അതാരാണെന്നോ, ഇനി നമ്മുടെ ദേവമംഗലത്തെ വിരുന്നുകാരാണോ കൃഷ്ണമംഗലത്തെ വീട്ടുകാരാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അവര് പുതിയതായിട്ട് നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ, കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരു രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ബാലനും ബാലനും നമ്മുടെ ഗോമതിയും കൂടെ അമ്പലത്തിൽ പോകും വഴിയിൽ ആര്യനുമായിട്ട് കൂട്ടിയിടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഗോമതിയും ബാലനും ഇങ്ങനെ സ്കൂട്ടറിൽ പോകുന്നു. അപ്പുറത്ത് ഓപ്പോസിറ്റ് നമ്മുടെ ആര്യൻ ഇങ്ങനെ പാഞ്ഞു വരുന്നുണ്ട് സ്കൂട്ടറിൽ. അത് ജോലിയുടെ തിരക്കിലട്ടോ. അപ്പൊ രണ്ടുപേരും കൂടി ഇങ്ങനെ കൂട്ടിമുട്ടി ആര്യനും വീഴുന്നുണ്ട്, നമ്മുടെ ബാലന്റെ പുറകില് ഗോമതിയും റോഡിലേക്ക് വീഴുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ നമുക്ക് സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ പുത്തൻ പ്രൊമോയില് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഗോമതി അപ്പോൾ ആര്യനുമായിട്ട് കാണുകയാണ്. ഇനി കുറെ നാളുകൾക്ക് ശേഷമാണ് സ്വന്തം മകനെ ഗോമതി കാണുന്നത് അല്ലെ. അപ്പൊ അമ്പലത്തിൽ പോകുന്നത് അതൊരു നിമിത്തമായി മാറി. ഗോമതിക്കും ബാലനും കൂടി ഒരുമിച്ച് നമ്മുടെ ആര്യനെ കാണാൻ പറ്റി. ഇനി അവർ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ആക്കുമോ, അവരെ വീട്ടിലേക്ക് വിളിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിഥുന്റെ ആ ഒരു 8ന്റെ പണിയിൽ നിന്നും കുറേയൊക്കെ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇവരൊറ്റയ്ക്കാണെങ്കിൽ അവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നോ അവരെന്ത് പണിയായിരിക്കും ഇവർക്ക് കൊടുക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. ഇവര് തിരികെ വീട്ടിലേക്ക് നമ്മുടെ ദേവമംഗലത്തേക്ക് വരികയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.